നമസ്കാരം. 2025 രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശതാബ്ദി വർഷമാണ്. അതിന്റെ ഭാഗമായി ഈ മാസം ഒക്ടോബർ 1 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹിയിൽ വെച്ച് ഒരു നാണയവും ഒരു തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി. നാണയം അദ്ദേഹം പുറത്തിറക്കിയത് ഒരു 100 രൂപ നാണയമായിരുന്നു. ഇതിനെ പല രാഷ്ട്രീയ നേതാക്കളും പല രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ചും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും വിമർശിച്ചു. അത് സ്വാഭാവികമാണ്. അവർക്ക് RSS അലർജിയാണ്. RSSന്റെ ഐഡിയോളജി അലർജിയാണ്. എന്നാൽ പവൻ ഖേര എന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഒരു മറുപടി അർഹിക്കുന്ന വിമർശനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പവൻ ഖേര അദ്ദേഹം പറഞ്ഞത് ബ്രിട്ടീഷുകാർ സാവർക്കർക്ക് കൊടുത്ത 60 രൂപ നാണയമായിരുന്നു നരേന്ദ്രമോദി പുറത്തിറക്കേണ്ടിയിരുന്നത് എന്നാണ്. അതായത് 100 രൂപയുടെ നാണയം ഈ RSSന്റെ സേവനത്തിനെ സ്മരിക്കുന്നതിന് വേണ്ടി പുറത്തിറക്കുന്നതിന് പകരം സാവർക്കർ ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നും മാസം കൈപ്പറ്റിയിരുന്ന 60 രൂപയുടെ ഒരു നാണയം പുറത്തിറക്കുന്നതായിരുന്നു ഉത്തമം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് സാധാരണ ജനങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണത്തില്ല. ഈ പവൻ ഖേരെ പോലുള്ള നേതാക്കൾക്ക് ഞാൻ കരുതുന്നത് ഇവർക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രം ഒക്കെ അറിയാം, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടായിരിക്കണമെന്നാണ്. ഏത് അവസരത്തിലാണ് ബ്രിട്ടീഷുകാർ പെൻഷൻ കൊടുക്കുന്നതെന്നും ആരാണ് പെൻഷന് യോഗ്യരെന്നും ഒക്കെ പവൻ ഖേരയ്ക്കും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും സാമാന്യം നന്നായി തന്നെ അറിയാവുന്നതാണ്. എങ്കിലും ഇവര് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില ഫാക്ട്സ് മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ നിരന്തരം സംസാരിച്ചുകൊണ്ടേയിരിക്കും. തെറ്റുകൾ ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളും നിരന്തരം ഇവരെ കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതൊരു പ്രാവശ്യം ചെയ്താൽ പോരാ, ഒരവസരത്തിൽ ചെയ്താൽ പോരാ, എല്ലാ അവസരത്തിലും ചെയ്യണം. വേണ്ടി വന്നാൽ എല്ലാ ദിവസവും ചെയ്യണം. ജീവിതകാലം മുഴുവൻ ഒരുപക്ഷെ നമ്മളിത് ചെയ്യേണ്ടി വരും. കാരണം കഴിഞ്ഞ 25 കൊല്ലക്കാലം നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിതവും ജീവനും കൊടുത്ത സകല വിപ്ലവകാരികളെയും സകല ത്യാഗികളെയും പിന്നീട് വന്ന കോൺഗ്രസ് ഗവൺമെന്റ് തിരസ്കരിച്ചു. അവരെക്കുറിച്ചൊന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല. പലരുടെ പേരുകളും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ല. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരം, എന്നാൽ അത് കോൺഗ്രസ്, ഗാന്ധി, നെഹ്റു. ഇതാണ് നമ്മളെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ സമരം. യഥാർത്ഥത്തിൽ ജീവൻ കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇവരെല്ലാരും കൂടെ ചേർത്ത് ഒരുമാതിരി സിനിമയിലെ സൈഡ് ആക്ടറാക്കി മാറ്റി നിർത്തി. നിങ്ങൾ ഈ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ സ്റ്റേജിൽ സ്ക്രീനിൽ പൂന്ത് വിളയാടുമ്പോൾ ഈ സൈഡിൽ ചില സൈഡ് ആക്ടേഴ്സ് നിൽക്കത്തില്ലേ, അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇങ്ങനെ ഈ വലിയ സ്റ്റാറിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അവരുടെ റോൾ. ആ പരുവത്തിനൊരു ഇമേജ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ ചെയ്തത്. ഇത് അക്ഷന്തവ്യമായ തെറ്റാണ്. അതായത് അവർ പറയുന്നത് ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇങ്ങനെ പ്രവർത്തിച്ചപ്പം സൈഡിൽ കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒന്നും വലിയ മഹത്തരമൊന്നും അല്ല, എങ്കിലും പരാമർശിക്കാൻ പോലുമുള്ള യോഗ്യത ഇല്ല എന്നുള്ള രീതിയിൽ ആ ഒരു ഇമേജ് സമൂഹത്തിന് മുന്നിൽ ഇവർ ഉണ്ടാക്കിയെടുത്തു. ഭഗത് സിംഗിനെ കുറിച്ചും ഝാൻസി റാണിയെ കുറിച്ചും പോലും ഒരു വരിയിലാണ് ഇന്ന് സാമൂഹ്യ പാഠപുസ്തകങ്ങളിൽ കുട്ടികൾ പഠിക്കുന്നത്. ഇത് മാറ്റിയേ തീരൂ. ഈ സൈഡ് ആക്ടർ ബിസിനസ് മാറ്റിയേ തീരൂ. യഥാർത്ഥ വിപ്ലവകാരികൾ നിങ്ങൾ സൈഡ് ആക്ടർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്നവരായിരുന്നു. അവരുടെ ത്യാഗത്തിന്റെ ആകെ മൊത്തം തുക കഴിഞ്ഞ 75 കൊല്ലക്കാലം ഈ ഒരു പാർട്ടി അനുഭവിച്ചു വരികയാണ്. ഈ പാർട്ടിയിലെ ഒരു ഫാമിലി അനുഭവിച്ചു വരികയാണ്. അവരുടെ ത്യാഗത്തിന്റെ ആകെ മൊത്തം തുകയുടെ ഫലം ഒരു ഫാമിലി അനുഭവിച്ചു വരികയാണ്. എന്നിട്ട് അവരിൽ ചിലർ ഈ ത്യാഗികളെ, ഈ ദേശസ്നേഹികളെ ആക്ഷേപിക്കുന്നു. പവൻ ഖേരയെ പോലുള്ളവർ ചെയ്യുന്നത് അതാണ്. രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ ചെയ്യുന്നത്
അതാണ്, അത് അനുവദിച്ചുകൂടാ. ഇനി ഈ പെൻഷൻ വിഷയത്തിലേക്ക് വരാം. എന്താണ് ബ്രിട്ടീഷ് പെൻഷൻ എന്ന്? ഈ ബ്രിട്ടീഷ് പെൻഷനെ കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ, പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഇവര് അറിഞ്ഞുകൊണ്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ. അതൊരു പരിധിവരെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്, യാഥാർത്ഥ്യം ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് പെൻഷനെ കുറിച്ച് പറയുമ്പോൾ ഇവർ പറയുന്നത് കേട്ടാൽ നാട്ടുകാർക്ക് തോന്നുന്നത് ഇത് സാവർക്കർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ എന്തോ ഒരു പെൻഷനാണെന്നാണ്. ബാക്കി ആർക്കും പെൻഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു തോന്നലാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമല്ല. ബ്രിട്ടീഷ് ക്രിമിനൽ സിസ്റ്റത്തിന് മുന്നിൽ 3 കാറ്റഗറി തടവുകാരുണ്ടായിരുന്നു. അവരുടെ സിസ്റ്റത്തിലുള്ള തടവുകാരെ അവർ 3 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരുന്നത്. കാറ്റഗറി എ, കാറ്റഗറി ബി, കാറ്റഗറി സി. എ കാറ്റഗറിയാണ് രാഷ്ട്രീയ തടവുകാർ. ബിയും സിയും നോർമൽ തടവുകാർ, അതായത് കൊലപാതകം, അത് ഇത് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരാണ് ബിയിലും സിയിലും വരുന്നത്. എ തടവുകാരാണ് രാഷ്ട്രീയ തടവുകാർ. എല്ലാ രാഷ്ട്രീയ തടവുകാർക്കും പെൻഷൻ എലിജിബിൾ ആയിരുന്നു. എല്ലാ രാഷ്ട്രീയ തടവുകാർക്കും പെൻഷൻ ലഭിച്ചിരുന്നു. സാവർക്കർക്ക് മാത്രമല്ല. ഇത് കിട്ടാതിരുന്ന ഒരു വ്യക്തി സാവർക്കറാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ തടവുകാരനായിരുന്നിട്ടും ഇത് പെൻഷൻ കൊടുക്കാതിരുന്നത് സാവർക്കറിന് മാത്രമാണ്. കാരണം ഇവർ പെൻഷൻ കൊടുക്കുവാനുള്ള കാരണം, ഒരു രാഷ്ട്രീയ തടവുകാരൻ അയാള് തടവിലായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനം നിലയ്ക്കും. അപ്പൊ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. ഈ പെൻഷൻ തടവിലായിരിക്കുന്ന കാലം ആ പീരീഡിൽ മാത്രമേ ഉള്ളൂ. തടവിന് വെളി വന്നു കഴിഞ്ഞാൽ പെൻഷൻ നിൽക്കും. അങ്ങനെയാണ്. അപ്പൊ ഇവർക്ക് കൊടുത്തിരുന്ന പെൻഷൻ എന്താണെന്ന് ഞാൻ പറയാം. ഈ എ ക്ലാസ് തടവുകാർക്ക് പ്രതിദിനം 1.5 രൂപ ഭക്ഷണത്തിനായിട്ട് കിട്ടിയിരുന്നു. പ്രതിമാസം 34 രൂപ വസ്ത്രങ്ങൾ മേടിക്കാൻ. ഇത് 100 കൊല്ലം മുമ്പുള്ള 34 രൂപയാണ് എന്ന് ഓർക്കുക. പ്രതിവർഷം മറ്റ് ചെലവിനായിട്ട് 100 രൂപയും കൊടുത്തിരുന്നു. ഇതാണ് പൊതുവെ രാഷ്ട്രീയ തടവുകാർക്ക് കൊടുത്തിരുന്നത്. ബംഗാളിൽ നിന്നുള്ള രാഷ്ട്രീയ തടവുകാർക്ക് ഇതിനുപരി, ഈ പ്രതിമാസ അലവൻസിനുപരി അവരുടെ ഫാമിലിക്ക് 40 രൂപ അലവൻസ് പ്രത്യേകവും കൊടുത്തിരുന്നു. അതെന്തുകൊണ്ടാണ് ബംഗാളിലെ തടവുകാർക്ക് അങ്ങനെ മാത്രമായിട്ടൊരു പ്രത്യേക അലവൻസ് ഫാമിലിക്ക് കൊടുത്തത് എന്ന് എനിക്കറിയില്ല. പക്ഷെ അതായിരുന്നു അന്നത്തെ നോംസ്. ഈ മഹാത്മാഗാന്ധിക്ക് കിട്ടിയിരുന്നു. 1930 മഹാത്മാഗാന്ധി യർവാദ ജയിലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് 100 രൂപ അലോക്കേറ്റ് ചെയ്തിരുന്നു. സുഭാഷ് ചന്ദ്രബോസിന് ലഭിച്ചിരുന്നു. തടവിൽ പോയ എല്ലാ രാഷ്ട്രീയ തടവുകാർക്കും കിട്ടിയിരുന്നു, ഈ അലവൻസ് കിട്ടിയിരുന്നു. സാവർക്കറിന് ഇത് കിട്ടാതിരിക്കാനുള്ള കാരണം സാവർക്കറിനെ രാഷ്ട്രീയ തടവുകാരനായി ഇവർ അംഗീകരിച്ചിരുന്നില്ല. സാവർക്കർ സി ക്ലാസ് തടവുകാരനായിട്ടാണ് കിടന്നത് ആൻഡമാനിലും ഇന്ത്യയിലും. സാവർക്കർ ടോട്ടൽ 27 കൊല്ലമാണ് ജയിലിൽ കിടന്നത്. ഓർക്കണം, മഹാത്മാഗാന്ധിയോ നെഹ്റുവോ ഇവരാരും കണ്ടിന്യൂസ് ആയിട്ട് 6 മാസത്തേക്കുള്ളിൽ ജയിലിൽ കിടന്നിട്ടില്ല. സാവർക്കർ 27 ഇയേഴ്സ്, 1910 അദ്ദേഹം ജയിലിൽ പോകുന്നത്. 1937 അദ്ദേഹം പൂർണ്ണ സ്വതന്ത്രനാവുന്നത്. ഇതിനിടയിൽ തന്നെ സ്വതന്ത്രനാക്കുവാൻ വേണ്ടി അദ്ദേഹം ധാരാളം അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. 6 or 7 അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. ആ അപേക്ഷയിലെല്ലാം അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്ന ചില കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, എന്നെ സ്വതന്ത്രനാക്കുക, എന്റെ കൂടെ ജയിലിൽ കിടക്കുന്ന മറ്റ് രാഷ്ട്രീയ തടവുകാരെ സ്വതന്ത്രനാക്കുക, എന്നെയും അവരെയും രാഷ്ട്രീയ തടവുകാരായി അംഗീകരിക്കുക, ഞങ്ങൾക്ക് പെൻഷൻ, ഞങ്ങൾക്ക് ലീഗലി നിയമപരമായി ഞങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള പെൻഷൻ അനുവദിക്കുക. അദ്ദേഹത്തിന് പെൻഷനും കൊടുത്തിരുന്നില്ല, അദ്ദേഹത്തിനെ രാഷ്ട്രീയ തടവുകാരനായിട്ടും പരിഗണിച്ചിരുന്നില്ല, അദ്ദേഹത്തിനെ ആൻഡമാനിലിട്ട് ഉപദ്രവിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. സാവർക്കറിന് പെൻഷൻ കിട്ടുന്നത് 1929 ആദ്യമായിട്ട് പെൻഷൻ കിട്ടുന്നത് 60 രൂപ. അതായത് 1910 മുതൽ 1929 വരെ അദ്ദേഹത്തിന് പെൻഷൻ ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള എല്ലാ രാഷ്ട്രീയ തടവുകാർക്കും അത് ലഭിച്ചിരുന്നു, സാവർക്കറിന് ലഭിച്ചിരുന്നില്ല. അതായത് 19 കൊല്ലത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് പെൻഷൻ, അദ്ദേഹത്തിന് ന്യായമായിട്ട് ലഭിക്കേണ്ടിയിരുന്ന പെൻഷൻ ലഭിക്കുന്നത്. അതിനുശേഷം 1929 ശേഷം 1937 അദ്ദേഹം പൂർണ്ണ സ്വതന്ത്രനാവുന്നതിന് വരെ എല്ലാ മാസവും അദ്ദേഹത്തിന് ഈ 60 രൂപ പെൻഷൻ
കിട്ടിയിരുന്നു. ഇനി ഈ സാവർക്കറിന്റെയും മറ്റ് രാഷ്ട്രീയ തടവുകാരുടെയും സാമ്പത്തിക സ്ഥിതി നമുക്കൊന്ന് മനസ്സിലാക്കണം. മഹാത്മാഗാന്ധിയൊക്കെ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. നെഹ്റു കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. സുഭാഷ് ചന്ദ്രബോസ് ജയിലിൽ പോകുമ്പോൾ അദ്ദേഹവും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഇവർക്കൊക്കെ പട്ടേൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ജയിലിൽ പോയത്. ഇവർക്കൊക്കെ ജയിലിൽ പോകുമ്പോൾ പെൻഷൻ ലഭിക്കുമ്പോഴും ഇവർക്ക് ഒരു 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 പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ബാക്കപ്പ് ഉണ്ട്. സാവർക്കർ അതൊന്നും ഉണ്ടായിരുന്നില്ല. സാവർക്കർ വിപ്ലവകാരിയായിരുന്നു. വിപ്ലവ സംഘടനയെ ഡിസ്മാൻഡിൽ ചെയ്യപ്പെട്ടിരുന്നു. വിപ്ലവ സംഘടനകൾക്ക് പുറത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. 1910 അദ്ദേഹം ജയിലിലേക്ക് പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സകല സ്വത്തും ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടി. അദ്ദേഹത്തിന്റെ സ്വത്ത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഗണേഷ് ദാമോദർ സാവർക്കറിന്റെ സ്വത്ത് കണ്ടുകെട്ടി. അദ്ദേഹത്തിന്റെ അനുജൻ നാരായണറാവു സാവർക്കറിന്റെ സ്വത്തും കണ്ടുകെട്ടി. സാവർക്കറിന്റെ ഭാര്യ പിതാവിന്റെ മുഴുവൻ സ്വത്തും കണ്ടുകെട്ടി. അദ്ദേഹത്തിന്റെ അടുക്കളയിലെ പാത്രങ്ങൾ പോലും കണ്ടുകെട്ടി. അദ്ദേഹത്തിന്റെ കണ്ണട കണ്ടുകെട്ടി. പിന്നെ കണ്ണട ഒരു ബ്രിട്ടീഷ് പ്രോപ്പർട്ടിയായിട്ട് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് ലീസിന് കൊടുക്കുകയായിരുന്നു, കണ്ണട മാത്രം. അതായത് സാവർക്കർ ജയിലിൽ പോയ 27 കൊല്ലക്കാലവും അദ്ദേഹത്തിന് ജീവിക്കാൻ യാതൊരു വരുമാനവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഫാമിലിക്ക്, അദ്ദേഹത്തിന്റെ വൈഫും അദ്ദേഹത്തിന്റെ സഹോദരനും ജയിലിലായിരുന്നു. ഇവർക്കൊന്നും ജീവിക്കാനോ ഉള്ള യാതൊരു സാമ്പത്തിക സ്ഥിതിയും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പൂനെയിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ പോയി ചോദിച്ചു നോക്കൂ. ഈ സാവർക്കർ ജയിലിൽ കിടന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫാമിലി, അദ്ദേഹത്തിന്റെ വൈഫും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ വൈഫും പൂനെയിൽ തെണ്ടിയാണ് ജീവിച്ചിരുന്നത്. ഇദ്ദേഹത്തിന് ഇവരെ സഹായിക്കുന്നവരെ പോലും ബ്രിട്ടീഷുകാർ പിടിച്ച് ജയിലിട്ടിരുന്നു. ആ ഒരു സ്ഥിതി ആയിരുന്നില്ല മഹാത്മാഗാന്ധിക്കോ ജവഹർലാൽ നെഹ്റുവിനോ മറ്റൊരു കോൺഗ്രസ് നേതാവിന്. സാവർക്കറിന് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന് ജോലി എടുത്ത് ജീവിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ എല്ലാ സർട്ടിഫിക്കറ്റും ഇവർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അദ്ദേഹം വിദ്യാഭ്യാസപരമായിട്ട് ബാരിസ്റ്ററായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ സർട്ടിഫിക്കറ്റും ഇവർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അതായത് ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ പോലും ഇദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. എഴുതുവാൻ അദ്ദേഹത്തിന് അവസരം കൊടുത്തിരുന്നില്ല. അദ്ദേഹത്തിന് പ്രസംഗിക്കുവാനോ പൊതുപ്രവർത്തനം നടത്തുവാനോ അവസരം കൊടുത്തിരുന്നില്ല. പിന്നെ എങ്ങനെ വരുമാനം ഉണ്ടാവും എന്നാണ് പറയുന്നത്? ആകെ ഉണ്ടായിരുന്നത് ഈ 60 രൂപ പെൻഷനാണ്. ഈ 60 രൂപ പെൻഷന് വേണ്ടി അദ്ദേഹത്തിന് 19 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. എന്നിട്ട് ഇതൊന്നും അറിയാത്ത പവൻ ഖേരെ, അറിയാത്തതായിട്ട് അഭിനയിക്കുന്ന ഈ പവൻ ഖേരയെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അക്ഷന്തവ്യമായ തെറ്റാണ്. ഇനി ബ്രിട്ടീഷ് പെൻഷൻ മേടിക്കുന്നത് രാജ്യസ്നേഹത്തിന്റെ ഇൻഡെക്സ് ആണെങ്കിൽ പലരും പെൻഷനല്ല, ബ്രിട്ടീഷ് സർവൻസിലായിരുന്നു. ബ്രിട്ടീഷ് സർവീസിൽ വർക്ക് ചെയ്തതായിരുന്നു ഭൂരിപക്ഷം കോൺഗ്രസ്സുകാരും. മാസശമ്പളക്കാരായിരുന്നു. എന്തിനധികം പറയുന്നു, വന്ദേമാതരം എഴുതിയ ബങ്കിം ചന്ദ്ര ചാറ്റർജി ജീവിതകാലം മുഴുവൻ ബ്രിട്ടീഷ് സർവീസിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്. മഹാദേവ ഗോവിന്ദ റാനഡെ ബ്രിട്ടീഷ് സർവീസിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്. ധാരാളം കോൺഗ്രസ്സുകാർ ബ്രിട്ടീഷ് സർവീസിൽ വർക്ക് ചെയ്തിരുന്നു. അവർക്ക് ഗുമസ്തപ്പണി ചെയ്തവരുണ്ട്. അവർക്ക് വേണ്ടി അവരുടെ പട്ടാളക്കാർക്ക് തുണി ഉണ്ടാക്കുന്ന ഫാക്ടറികളിൽ വർക്ക് ചെയ്തവരുണ്ട്. ധാരാളം ആൾക്കാരുണ്ട്. ഇവരൊക്കെ ബ്രിട്ടീഷ് ശമ്പളം മേടിച്ച് വർക്ക് ചെയ്ത കോൺഗ്രസ്സുകാരാണ്. എന്തിനധികം പറയുന്നു, ധാരാളം കോൺഗ്രസ് നേതാക്കന്മാർക്ക് അവരുടെ സേവനത്തിന്റെ പ്രതിഫലമായിട്ട് സർ പദവി കൊടുത്തിട്ടുണ്ട്. സർ പദവി. എന്നിട്ട് ഇവരെല്ലാം കൂടെ സാവർക്കറിന്റെ തലയിൽ കയറിക്കൊണ്ട് വരികയാണ്. ഇത് തെറ്റല്ലേ? ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ പറയുന്നത് സത്യമല്ലേ? ഇങ്ങനെയാണോ ഇവര് പെരുമാറുന്നത്? ഈ ഗുരുത്വദോഷം കാരണമാണ് ഈ പാർട്ടി മുടിഞ്ഞുപോയത്. ഈ യഥാർത്ഥ രാജ്യസ്നേഹികളോട് ഇവര് കാണിക്കുന്ന ഈ അക്ഷന്തവ്യ തെറ്റ് കാരണമാണ് ഈ രാഷ്ട്രീയ പാർട്ടി ഗതി പിടിക്കാത്തത്. അവർ ഗതി പിടിക്കത്തില്ല. അവർ ഗതി പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ തെറ്റുകൾ തിരുത്തണം. ഈ തെറ്റുകൾ തിരിഞ്ഞ് സ്വയം മാപ്പ് പറയണം. എങ്കിലേ ആ പാർട്ടിയും ആ പാർട്ടിയിലുള്ള ഭവൻ ഖേരെ പോലുള്ള ആൾക്കാരും രാഹുൽ ഗാന്ധിയെ പോലുള്ള ആൾക്കാർക്കും ഗതി പിടിക്കത്തുള്ളൂ. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.